ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ്. RSSന്റെ പ്രസ്താവന ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ അമേരിക്കയും ഡൊണാൾഡ് ട്രംപ് താരിഫ് എന്നീ വിഷയത്തിൽ RSSന്റെ RSSന്റെ സർസംഘചാലക്കായിട്ടുള്ള മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യ ശക്തമായാൽ അവർക്കെന്ത് സംഭവിക്കുമെന്ന് അവർക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഭയപ്പെടുന്നു എന്നാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത് ഈ താരിഫുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് അവർ തീരുവകൾ ചുമത്തുന്നത് എന്നാണ് മോഹൻ ഭാഗവത് ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പേര് പറയാതെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ വളരുകയും പുരോഗമിക്കുകയും ചെയ്താൽ നമുക്കെന്ത് സംഭവിക്കുമെന്ന് മറ്റുള്ളവർ ചിന്തിച്ചാൽ നല്ലത്. അപ്പോൾ താരിഫ് പ്രശ്നം ഉയർന്നു വരുന്നു എന്നാണ് മോഹൻ ഭാഗവത് പറയുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം മേധാവി മോഹൻ ഭാഗവത് വെള്ളിയാഴ്ച അമേരിക്കയും ഡൊണാൾഡ് ട്രംപിനെയും പേരെടുത്തു പറയാതെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. താരിഫ് വിഷയത്തിൽ തൻ്റെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിച്ച ഭാഗവത് ഇന്ത്യയുടെ പുരോഗതിയെ ചിലർ ഭയപ്പെടുന്നുവെന്ന് പറഞ്ഞു. ഇന്ത്യ പുരോഗമിച്ചാൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ചിലർ ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് അവർ താരിഫിനെ ആശ്രയിക്കുന്നത്. മറ്റൊരാൾ വലുതായാൽ തങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ആളുകൾ ഭയപ്പെടുന്നു. ഇന്ത്യ വലുതായാൽ അവർ എവിടെ താമസിക്കും? അതിനാൽ അവർ തീരുവകൾ ചുമത്തി. നമ്മളൊന്നും ചെയ്തില്ല, ഇതെല്ലാം ചെയ്തവനെ അവർ പ്രീണിപ്പിക്കുകയാണ്. കാരണം അവർക്കതുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയുടെ മേൽ കുറച്ച് സമ്മർദ്ദം ചെലുത്താൻ കഴിയും. ഇതെല്ലാം സംഭവിക്കുന്നത് ഞാൻ എൻ്റെ എന്നുള്ള കളികളിലാണ്. അതായത് ഞാൻ ആണ് വലുത്, എൻ്റെ രാജ്യമാണ് വലുത് എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് എന്നാണ് മോഹൻ ഭാഗവത് പറയുന്നത്. നമ്മൾ നമ്മുടേതാണെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ ഈ ഞാൻ എൻ്റേത് പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സുന്ദരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് മോഹൻ ഭാഗവത് പറയുന്നു. അതായത് ഞാൻ എൻ്റേതല്ല, നമ്മൾ നമ്മുടേത്, ആ ചിന്താഗതിയാണ് വരേണ്ടതെന്ന് ഭാഗവത് പറയുന്നു. അങ്ങനെ ഉണ്ടായാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. ഇന്ന് ലോകത്തിന് ആ പരിഹാരമാണ് ആവശ്യമെന്നും ഭാഗവത് പറയുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ നേരിടണം എന്നാണ് മോഹൻ ഭാഗവത് പറയുന്ന രണ്ടാമത്തെ കാര്യം. മനുഷ്യരും രാജ്യങ്ങളും അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാത്തിടത്തോളം കാലം അവർ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾ നടത്തുന്ന ആത്മീയ പ്രസ്ഥാനമായിട്ടുള്ള ബ്രഹ്മകുമാരികളെപ്പോലെ RSSും ആന്തരിക അവബോധനത്തെ ഉണർത്താൻ പ്രവർത്തിക്കുന്നുവെന്ന് നാഗ്പൂരിൽ ബ്രഹ്മകുമാരീസ് വിശ്വശാന്തി സരോവറിൻ്റെ 7ാം സ്ഥാപക ദിനത്തിൽ സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് മനുഷ്യരും രാജ്യങ്ങളും അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്നതുവരെ അവർ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കും. നമ്മൾ അനുകമ്പ കാണിക്കുകയും ഭയത്തെ മറികടക്കുകയും ചെയ്താൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാകില്ല. ഇന്ത്യ മഹത്തരമാണെന്നും ഇന്ത്യക്കാരും മഹത്തരമാകാൻ ശ്രമിക്കണമെന്നും ഭാഗവത് പറഞ്ഞു. ഇന്ത്യ വലുതാണെന്നും അത് കൂടുതൽ വലുതാകാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.